റഷ്യ നമുക്ക് S-400 എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളും ഇപ്പം ഈ വ്യോമ പ്രതിരോധത്തിൻ്റെ ഒരു സുരക്ഷാ വലയത്തിലാണോ? അല്ല, നമുക്കിപ്പോൾ നമ്മൾ 5 ബാറ്ററികൾ വാങ്ങാനാണ് 40,000 കോടിയുടെ കരാറ് റഷ്യയുമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. 3 ബാറ്ററി തന്നു. ബാക്കി ഉള്ള ബാറ്ററികൾ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ബാറ്ററി അല്ല, ബാറ്ററി എന്നൊരു കൂട്ടത്തിനെയാണ് പറയുന്നത്. അതിലും ബാക്കിയുള്ളത് 2023 2 വർഷം മുമ്പ് കിട്ടേണ്ടതാണ്. അതിനിടയ്ക്ക് റഷ്യ ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ എൻഗേജഡ് ആയതുകൊണ്ട് അത് കിട്ടിയിട്ടില്ല. അപ്പോൾ കിട്ടിയത് നമ്മൾ നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് മേഖലകളിലാണ് വിന്യസിച്ചിരിക്കുന്നത്. എവിടെയെന്ന് അറിയില്ല. ഈ മേഖലയിൽ രാജ്യത്തിൻ്റെ 3 പ്രധാനപ്പെട്ട അതിർത്തികളിലും നമ്മുടെ S-400 ഉണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് തന്നെ 9 തവണയോ മറ്റോ നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ളൂ. ഭയങ്കര എക്സ്പെൻസീവാണ്. ഇതെന്ന് പറഞ്ഞാൽ 128 2 ബാറ്ററികൾ വീതമാണ് ഒരു സ്ക്വാഡ്രൺ എന്ന് പറയുന്നത്. അതിൽ ഒറ്റയടിക്ക് 128 മിസൈലുകൾ വരെ ഇതിനകത്ത് പോകും. 128 മിസൈലുകൾ വരെ അയക്കാൻ പറ്റും. 380 കിലോമീറ്റർ അകലെ വെച്ച് തന്നെ നമ്മുടെ രാജ്യത്ത് നേരെ വരുന്ന മിസൈലുകളെ തകർക്കാൻ കഴിയുന്നതാണ് S-400. അത് ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനമാണ്. ഇപ്പോൾ S-500ലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. അത് സംബന്ധിച്ചിപ്പോൾ നമ്മൾ അതിൻ്റെ നിർമ്മാണം റഷ്യയുമായി സഹകരിച്ച് ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനെക്കുറിച്ചുള്ള ചില ധാരണാപത്രമൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് S-500ഉം വലിയ താമസമില്ലാതെ കിട്ടും. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞല്ലോ, നമ്മുടെ തെക്കൻ അതിർത്തി മാത്രം ഇപ്പോൾ തുറന്നു കിടക്കുക. ദക്ഷിണേന്ത്യയിലേക്ക് ഈ വ്യോമ പ്രതിരോധ സന്നാഹം ഈ S-400 കിട്ടിയിരിക്കുന്ന വിന്യസിച്ചിരിക്കുന്ന ഏരിയ പടിഞ്ഞാറ്, കിഴക്ക്, വടക്ക് എന്നൊക്കെയാണെന്നാണ് പറയുന്നത്. സ്ഥലം ലൊക്കേഷൻ നമുക്കറിയാൻ കഴിയില്ല. അങ്ങനെ തെക്ക് ഇതുള്ളതായിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ദക്ഷിണേന്ത്യ ആരംഭിക്കുന്നത് കന്യാകുമാരി കഴിഞ്ഞാൽ പിന്നെ കേരളമാണ് അല്ലേ? അതെ. അപ്പോൾ കേരളം ഉൾപ്പെടെയുള്ള വിശാലമായ മേഖല തുറന്നു കിടക്കുകയാണ്. നമുക്കിപ്പോൾ നോക്കുമ്പോൾ ഗദ്വാർ തുറമുഖം, ഹമ്പൻതോട്ട തുറമുഖം, ഇതൊക്കെ ചൈനയുടെ ഇടപെടൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വളരെ വ്യാപകമായി വരികയാണ്. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് S-400ൻ്റെ സുരക്ഷ ദക്ഷിണേന്ത്യക്ക് ആവശ്യമുണ്ട്. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും ഫലപ്രദമായ സ്ഥലം, ഈ പ്രതിരോധം സ്ഥാപിക്കാനുള്ള സ്ഥലം കേരളമാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇന്നലെ ഈ ഷാങ്ഹായ് കോർഡിനേഷൻ്റെ മീറ്റിംഗ് ചൈനയിൽ നടക്കുന്നുണ്ട്. ചൈനയിൽ വെച്ച് നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും റഷ്യൻ പ്രതിരോധ മന്ത്രി ആന്ദ്രേ ബെലോസോവുമായി ചർച്ച നടത്തിയിട്ട് ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഉറപ്പെന്ന് പറഞ്ഞാൽ ഈ വരുന്ന വർഷം ആദ്യം അടുത്ത 6 മാസത്തിനുള്ളിൽ നമുക്കൊരു ബാറ്ററി തരും S-400. അത് കഴിഞ്ഞ് ഒരു സ്ക്വാഡ്രൺ കൂടെ നമുക്ക് തരും. 2026 കൂടി 5 സ്ക്വാഡ്രനുകൾ കിട്ടും. അങ്ങനെ ദക്ഷിണേന്ത്യയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ S-400 വിന്യസിക്കുകയാണെങ്കിൽ എവിടെയായിരിക്കും വിന്യസിക്കുക? സ്വാഭാവികമായും നമുക്ക് വരുമ്പോൾ കൊച്ചിയിൽ നേവൽ ബേസ് ഉണ്ട്. പിന്നെ തിരുവനന്തപുരത്ത് സതേൺ എയർ കമാൻഡ് ഉണ്ട്. കണ്ണൂർ നേവൽ അക്കാഡമി ഉണ്ട്. ഇങ്ങനെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ S-400 പോലെയുള്ള ഒരു സ്ഥാപിക്കാൻ പറ്റുന്ന സ്ഥലം എവിടെയാണെന്നുള്ളത് സൈന്യം മാത്രമേ തീരുമാനിക്കുകയുള്ളൂ. പക്ഷേ ഇതിനിടയ്ക്ക് വളരെ തന്ത്രപ്രധാനമായ ഒരു തീരുമാനം ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മുടെ വ്യോമസേന കേരളത്തിലെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലം തങ്ങൾക്ക് വേണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. കോഴിക്കോട് ജില്ലാ കളക്ടർ അത് സ്നേഹിൽ കുമാർ സിംഗ് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു കത്ത് കിട്ടിയിട്ടുണ്ട്. അതായത് കോഴിക്കോട് ഒരു 40 ഏക്കർ സ്ഥലമുണ്ട്. ഈ 40 ഏക്കർ സ്ഥലം ബേപ്പൂർ, സിനു പോയിട്ടുണ്ടല്ലോ ഇവിടെ, ബേപ്പൂർ തുറമുഖത്ത് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന സ്ഥലമാണ് ചേർന്ന്. ആ സ്ഥലം AK ആൻ്റണി പ്രതിരോധ മന്ത്രിയായിരുന്നപ്പോൾ 600 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റ് അവിടെ വരുമെന്ന് പറഞ്ഞ് കല്ലിട്ടതല്ല, ഒന്നും നടന്നില്ല. അവിടെ യുദ്ധക്കപ്പലുകളുടെ നിർമ്മാണം, സബ്മറീനുകളുടെ നിർമ്മാണം, അങ്ങനെ രാജ്യം സ്വയം പര്യാപ്തയുടെ ഭാഗമായി അവിടെ ഇത്ര വലിയൊരു വ്യവസായ യൂണിറ്റ് യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളൊക്കെ നിർമ്മിക്കുന്ന ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഈ കല്ലിട്ടത്. അതിനൊരു പേര് വിട്ടു, നിർദ്ദേശ് എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ഡിഫൻസ് ഷിപ്പ് ബിൽഡിംഗ് എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം. അതിൻ്റെ ചുരുക്കപ്പേരാണ് നിർദ്ദേശ്. അത് പക്ഷേ ആൻ്റണിയുടെ കാലത്ത് കല്ലിട്ടതല്ലാതെ പിന്നീടൊന്നും നടന്നില്ല. അതങ്ങനെ കിടന്ന് പോയി. 2017 മോദി സർക്കാരിൻ്റെ കാലത്ത് ഈ പറയുന്ന പോലെ നേവി ഒരു കൊറി അയച്ചു. ഇത് മുടങ്ങി കിടക്കുകയാണ്, പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ 200 കോടി രൂപ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് നേവിയുടെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ നിർദ്ദേശിൻ്റെ ഭാഗത്തു നിന്ന്, അങ്ങനെ പറയുന്നതാണ് നല്ലത്, നിർദ്ദേശിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നിർദ്ദേശം കേന്ദ്ര സർക്കാരിന് പോയി. കേന്ദ്ര സർക്കാർ പറഞ്ഞു ഒരു പൈസയില്ല, ഈ പരിപാടി ഉപേക്ഷിച്ചു.
ഉപേക്ഷിക്കുകയാണ്. ഇനി പണം അനുവദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഈ കഴിഞ്ഞ കാലം അത്രയും ഇതിനു വേണ്ടി ഒരു നയ പൈസ അനുവദിക്കുന്നില്ല. ഈ 40 ഏക്കർ അവിടെ വെറുതെ കിടക്കുകയാണ്. ഇപ്പോൾ വളരെ പെട്ടെന്ന് വ്യോമസേന വന്നിട്ട് ആ 40 ഏക്കർ വേണം, ഞങ്ങൾക്ക് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള കുറേ പദ്ധതികൾ നടപ്പാക്കാനുണ്ട് എന്ന് ആവശ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ച് രാജ്നാഥ് സിംഗിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അടുത്ത യൂണിറ്റ് വരുന്നു. ഇനി ദക്ഷിണേന്ത്യയാണ് ഈ S-400 കവറിൽ വരേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ ഈ നേവിയുടെ പക്കലുള്ള ഈ ഭൂമി വളരെ പെട്ടെന്ന് വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട് എയർഫോഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉള്ള നീക്കം ഒരു സംസാരം, ഒരു ചർച്ചയ്ക്ക് വിഷയമായിട്ടുണ്ട്. കാരണം അടുത്ത യൂണിറ്റ് കേരളത്തിലാണ് വരാൻ പോകുന്നതെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. അത് ചാലിയത്ത് വരുമോ, ചാലിയത്തായിരിക്കുമോ S-400 യൂണിറ്റ് വരാൻ പോകുന്നത് എന്ന് ഒരു ചർച്ച വ്യാപകമായി ഉണ്ടായി വരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ വ്യോമസേനയോട് ഇപ്പോൾ കളക്ടർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, അല്ല നേവിയോട് ഇപ്പോൾ ചോദിക്കും ഈ പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമെന്നാണ്. കാരണം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് കൊടുത്ത സ്ഥലമാണല്ലോ. അപ്പോൾ സംസ്ഥാന സർക്കാരിനോട് തന്നെയാണ്, ഇപ്പോൾ കളക്ടറോട് തന്നെയാണ് എയർഫോഴ്സ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ നേവിയുടെ നിർദ്ദേശ പ്രൊജക്റ്റ് ഇനി മുന്നോട്ട് പോകുന്നെങ്കിൽ ആ സ്ഥലം സ്വാഭാവികമായും ഇവർക്ക് വിട്ടുകൊടുക്കും. അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ അടുത്തത് വരാൻ പോകുന്നത് ഒരുപക്ഷെ കേരളത്തിലാണെങ്കിൽ ചിലപ്പോൾ ചാലിയത്തായാൽ അത്ഭുതമൊന്നുമില്ല. അപ്പോൾ ഏതായാലും ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥലമാണെന്ന് കണ്ടതുകൊണ്ടാണല്ലോ എയർഫോഴ്സ് ഇപ്പോൾ ചോദിക്കുന്നത്. എയർഫോഴ്സ് പറയുന്നു ഏറ്റവും സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പോയിന്റാണ്, അതുകൊണ്ട് ഈ 40 ഏക്കർ ഞങ്ങൾക്ക് വേണമെന്ന് പറയുമ്പോൾ വെറുതെ ഏതെങ്കിലും സ്ഥലം എയർഫോഴ്സ് ചോദിക്കില്ല. അവർ നോക്കുന്നത് അവരുടെ എല്ലാ ഓപ്പറേഷൻസും അതിൻ്റെ ഫ്ലൈയിങ്ങിനുള്ള സംവിധാനങ്ങളും എല്ലാം നോക്കി എയർപോർട്ട് വേണ്ടി വരും, ചിലപ്പം നേവിയുടെ സഹായം, അത് അത്തരം കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് സ്ഥലം ചോദിക്കുന്നത്. അപ്പോൾ ഏതായാലും ഈ നമ്മുടെ ഈ രാജ്യത്തെ സംബന്ധിച്ച് S-400 കിട്ടിയതിന് ശേഷം അത് പ്രയോഗിക്കാൻ കിട്ടിയ ഒരു അവസരമായിരുന്നു നമുക്ക് ഓപ്പറേഷൻ സിന്ദൂർ. സാധനം മേടിച്ച് കൈ വെച്ചെങ്കിൽ നമ്മൾ ടെസ്റ്റ് ഫയറിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു കോമ്പാക്റ്റിൽ നമ്മൾ പരീക്ഷിച്ചത് പഹൽഗാം ആക്രമണത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്താണ്. അത് വളരെ ഫലപ്രദമായിരുന്നു. ചൈനയുടെ HQ-9 എന്ന് പറയുന്ന ഏറ്റവും ആധുനികമെന്ന് അവർ സ്വയം പുറപ്പുറത്ത് കയറി കൊട്ടിഘോഷിച്ച സാധനമൊക്കെ തവിടുപൊടിയായി. അതും തകർത്തു. അവൻ മിസൈലിനെ വരുന്നുണ്ടെന്ന് കാണിച്ചു കൊടുത്ത് തകർക്കേണ്ട സാധനമാണ്, പക്ഷേ അവനെ ആദ്യം നമ്മൾ തകർത്തു. പാകിസ്ഥാൻ ചൈനയുടെ HQ-9 എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. അത് ലോകത്തിലെ ഏറ്റവും മികച്ചതാണ് എന്നായിരുന്നു ചൈനയുടെ പുറപ്പുറത്ത് കയറിയുള്ള അവകാശവാദം. പക്ഷേ നമ്മളെന്ത് ചെയ്തു? ആദ്യമേ അവനെ തകർത്തു. നമ്മുടെ മിസൈലുകളെ കണ്ടെത്തി നശിപ്പിക്കാൻ വെച്ചിരിക്കുന്ന സാധനത്തിനെ ആദ്യം നമ്മൾ മിസൈൽ അടിച്ച് തകർത്തു. എന്നിട്ട് നമ്മളെന്ത് ചെയ്തു? ചൈനയുടെ ഈ പ്രതിരോധ സംവിധാനങ്ങളാകെ തകർത്ത് പാകിസ്ഥാനിൽ കയറി മേഞ്ഞു നടന്ന് അവിടെ അമേരിക്കയുടെ കൈവശമായിരുന്ന, അമേരിക്കയുടേതാണെന്ന് പറയപ്പെടുന്ന നൂർഖാൻ എയർബേസും തകർത്ത് നമ്മളങ്ങോട്ട് അഴിഞ്ഞാടി. അപ്പം നമ്മുടെ ഒരു സൈനിക ശേഷിയും നമ്മുടെ പ്രതിരോധ ശേഷിയെല്ലാം വല്ലാതെ വിളിച്ചറിയിച്ചതാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ. ആ സമയത്ത് നമ്മൾ 9 തവണയെ നമ്മൾ ഇത് ചാർജ് ചെയ്തുള്ളൂ S-400. പക്ഷേ പാകിസ്ഥാൻ എന്ത് ചെയ്യുന്നറിയോ? പാകിസ്ഥാൻ ഈ ഇടയ്ക്ക് ഒരു വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിയ അദാംപൂരിലുള്ള നമ്മുടെ എയർബേസ് തകർത്തു, അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ മറ്റേ S-400 തകർത്തു എന്നൊക്കെ പറഞ്ഞ് പാകിസ്ഥാൻ ഹാൻഡിലുകളൊക്കെ ഭയങ്കര ആഘോഷം നടത്തി. അത് വലിയ വാർത്തയായിരുന്നു. ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം S-400 നമ്മളടിച്ച് തകർത്തു എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൊക്കെ പാകിസ്ഥാൻ്റെ ആഘോഷമായിരുന്നു. പക്ഷേ അതിൻ്റെ പിറ്റേ ദിവസം മെയ് 13 നരേന്ദ്രമോദി നേരെ വന്ന് അദാംപൂരിൽ ഇറങ്ങി എയർപോർട്ട് തകർത്ത എയർപോർട്ടിലൂടെ മുഴുവൻ നടന്നു. അതിൻ്റെ വീഡിയോ പുറത്തു വന്നു. എന്നിട്ട് S-400 ഇരിക്കുന്നതിൻ്റെ അടുത്ത് പോയിട്ട് മോദി നിന്ന് അതിൻ്റെ വിഷ്വലും വന്നു. പുറകിൽ S-400 കാരണം ഒന്നും സംഭവിച്ചിട്ടില്ല. കാരണം നമ്മൾ മറുപടിയേ പറഞ്ഞില്ല. നേരെ ആ പാകിസ്ഥാൻ നമ്മുടെ എയർബേസ് തകർത്തു എന്ന് പറഞ്ഞ എയർബേസിലേക്ക് മോദി ചെന്നിറങ്ങി അവിടുത്തെ പട്ടാളക്കാരെയൊക്കെ കണ്ടു. S-400 പശ്ചാത്തലത്തിൽ നിന്ന് ഫോട്ടോ എടുത്തു തിരിച്ചു. അതോടുകൂടി പാകിസ്ഥാൻ്റെ അവകാശവാദം അവസാനിച്ചു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് രാജ്യത്തിന് ഏറ്റവും കരുത്തുറ്റ, ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ ഒരു പ്രതിരോധ സംവിധാനം നമുക്കുണ്ട്. പക്ഷേ നമ്മൾ അത് മാത്രമല്ല ഉപയോഗിച്ചത്, അറിയാമല്ലോ. നമ്മൾ നമ്മുടെ സ്വന്തം സംവിധാനങ്ങൾ ഉപയോഗിച്ചു. ഇപ്പം നമ്മളിപ്പോൾ ഈ പ്രൊജക്റ്റ് കുഷ എന്നൊരു പ്രൊജക്റ്റ്, അതായത് നമ്മുടെ സ്വന്തം വ്യോമ പ്രതിരോധ സംവിധാനമാണ്. S-400 പോലെ തന്നെ ഉള്ള ഒരു സാധനം നമ്മൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. S-400 380 കിലോമീറ്റർ റേഞ്ചാണുള്ളെങ്കിൽ നമ്മുടെ കുഷയ്ക്ക് 380 കിലോമീറ്റർ റേഞ്ചുണ്ട്. 30 കിലോമീറ്റർ കുറവാണ്. 350 കിലോമീറ്ററിന് അപ്പുറത്ത് വെച്ച് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിയിലേക്ക് കയറി വരുന്ന ആയുധങ്ങൾ, മിസൈലുകൾ, ഡ്രോണുകളൊക്കെ തകർക്കാൻ കുഷയ്ക്ക് കഴിയും. കുഷ എന്ന് പറഞ്ഞ ഒരു പേപ്പർ പ്രൊജക്റ്റ് അല്ല, കടലാസിലല്ല ഇരിക്കുന്നത്. അത് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞു. 21,700 കോടി രൂപ കേന്ദ്ര സർക്കാർ കുഷ പ്രൊജക്റ്റിന് വേണ്ടി അനുവദിച്ചു വരും. 40,000 കോടി രൂപയുടെ ആയിരുന്നു S-400 വാങ്ങാനുള്ള കരാർ.
പക്ഷേ നമ്മൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുമ്പോൾ അതിന് 21,700 രൂപയ്ക്ക് നമ്മൾ കുഷ ഉണ്ടാക്കുന്നുണ്ട്. 40,000 രൂപയുടെ പകുതിയാവുന്നുള്ളൂ. അവർ ഈ 21,700-ന് റഷ്യ തരാൻ പോകുന്നത് ഉൾപ്പെടെയുള്ള 5 സ്ക്വാഡ്രൺ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇരട്ടി സ്ക്വാഡ്രണുകൾ ഉണ്ടാക്കാനും കഴിയും. എന്ന് പറയാൻ നാളെ നമ്മുടെ സാധനം മേടിക്കാനും ആൾ വരാം, നമ്മുടെ സാധനം മേടിക്കാനും ആളുകൾ വരാം. വിലയ്ക്ക് സാധനം ഇപ്പം S-400 പോലെ കുഷ വാങ്ങാനും ആളുകൾ വരും. അതുമാത്രമല്ല, ഇപ്പോൾ കേന്ദ്ര സർക്കാർ കുഷ പ്രൊജക്റ്റിന് പണം അനുവദിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് ഇതിങ്ങനെ അനന്തമായി നീണ്ടൊന്നും പോകാൻ പാടില്ല. 2028-29, അതായത് മോദി സർക്കാരിൻ്റെ കാലാവധി, മൂന്നാം മോദി സർക്കാരിൻ്റെ കാലാവധി കഴിയും മുമ്പ് നമ്മുടെ അതിർത്തികളിൽ കുഷ വിന്യസിച്ചിരിക്കണം എന്ന് പറഞ്ഞിരിക്കുക. സമയബന്ധിതമായിട്ട് നിർമ്മാണം വളരെ ടൈം ബൗണ്ടഡ് ആയിട്ട് 2008-2029. അപ്പോൾ ഒരുപക്ഷെ അടുത്ത പാർലമെൻറ്റ് ഇലക്ഷനിൽ മോദി മുന്നോട്ട് വെക്കുന്നത് ഒരുപക്ഷെ കുഷയുടെ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന നരേന്ദ്രമോദിയുടെ ചിത്രം കാണിച്ചിട്ടായിരിക്കും. കാരണം ലോകത്തിലെ ഇപ്പോൾ അമേരിക്കയുടെ താഡ്, ഇസ്രയേലിൻ്റെ അയൺ ഡോം, ഡേവിഡ് സ്ലിംഗ്, ആരോ, ചൈന പറയുന്ന തവിടുപൊടിയായി പോയ HQ-9, പിന്നെ റഷ്യയുടെ S-400, ഇപ്പോൾ 500-ലേക്ക് അവർ പോകുന്നുണ്ട്. അതിനൊപ്പം കിട നിൽക്കുന്ന മത്സരിക്കാൻ പറ്റുന്ന കുഷ 2029 നമ്മൾ ഇന്ത്യയിൽ വിന്യസിക്കുക മാത്രമല്ല ലോക ആയുധ വിപണിയിൽ വിൽപ്പനയ്ക്ക് വെക്കും എന്നുകൂടിയാണ് ഇപ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ നയം വ്യക്തമാക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.